നിങ്ങൾ എന്തായി ചെയ്യുന്നേ? എന്റെ കയ്യിലെ കാശിലെ എടുത്ത് ഐസ്ക്രീം വാങ്ങാൻ നോക്കുവാണോ? അത് നടക്കില്ല. എന്ത് നല്ല സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി അടിപൊളി കലക്കി. ഇങ്ങനെ വേണം പറയാൻ. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. താൻ എന്തായാലും ഒരു പൂച്ചയല്ലേ, പിന്നെന്തിനാണ് ഞങ്ങളുടെ പേരിൽ നിങ്ങളെ വിളിക്കുന്നത്? ബണി ഇതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എന്തായാലും ഇത് ആലോചിക്കേണ്ട കാര്യം തന്നെയാ. കണ്ടോടാ, നിന്ന് ആലോചിക്കുന്നത് കണ്ടു. ഇവൻ എന്തായാലും ഒരു അവതാരം തന്നെയാ. പൂച്ചയുടെ രൂപത്തിൽ നമ്മളെ പോലെ ഒരു കഴുത വന്നിരിക്കുന്നു. ഇനി നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളെല്ലാം നിങ്ങളുടെ അസിസ്റ്റന്റ്. എന്റെ ചേട്ടായി, ഈ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മുടെ ഫേവറേറ്റ് ഹീറോ ഒരേ സമയത്ത് എത്ര സ്റ്റണ്ടാണ് ചെയ്യുന്നത്? 6 സ്റ്റണ്ട്. അസിസ്റ്റന്റ് കാലക്കി. അടിപൊളി. നിങ്ങളൊരു സംഭവം തന്നെയാണ്. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ കഴുത പ്രദേശത്തിലേക്ക് പോയേക്കാം. അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ രാജാവായിട്ട് കഴിയാം. അടിപൊളി ബെഡ് ഉണ്ടാകും. സുഖമായിട്ട് നിങ്ങൾക്ക് വിശ്രമിക്കാം. അതുപോലെ ഒരുപാട് ഐസ്ക്രീമും കിട്ടും. പക്ഷെ എല്ലാത്തിനും ഒറ്റ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടെ ഉള്ള എല്ലാരും നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കും. അത്രയും ബഹുമാനം കിട്ടോ? ഞാൻ എന്തായാലും വല്ലാത്ത ലക്കി തന്നെയാ. എന്നാ വാ, നമുക്ക് കഴുത പ്രദേശത്തിലേക്ക് പോവാം. ടാക്സി. ഒരു മിനിറ്റ്. അല്ല, ഇതെന്താ ഇത്ര ചെറുതായിരിക്കുന്നത്? അത് പിന്നെ എന്റെ സാറേ, എനിക്ക് കാര്യം പിടികിട്ടി. എനിക്കറിയാം, ഇതിന്റെ പുറത്തൊരു ആന ഇരുന്നത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇത്രയും ചെറുതായി പോയത്. ശരിയല്ലേ? അതെ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾ പൊയ്ക്കോന്നേ. അങ്ങ് വന്നതുകൊണ്ട് ഇന്നിവിടം പൊടി പൊടിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പാർക്ക്. ആരെയും കാണുന്നില്ലല്ലോ. ഇവരെന്തിനാ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്? അടിപൊളിയായിട്ടുണ്ട് കലക്കി. അല്ല, എന്തു പറ്റി? വല്ലാത്ത ചൂടാ. വെള്ളം കിട്ടാത്തോണ്ട് എന്റെ തൊണ്ട വരണ്ടു പോവാ. അതെയോ? എന്നതാ പിടിച്ച വെള്ളം? ഓ, രക്ഷപ്പെട്ടു. എത്രയും നാള് തൊണ്ട വരണ്ടപ്പോഴൊക്കെ വെള്ളം കുടിച്ചായിരുന്നു ഞാൻ എന്റെ ദാഹം ശമിപ്പിച്ചു കൊണ്ടിരുന്നത്. താങ്കൾ ഒരു മഹാൻ തന്നെയാണ്. ഇവൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇവൻ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വലിയ പ്രശ്നമാകും. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇവനെ കഴുത എന്ന് വിളിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. സംശയം. കഴുതകളുടെ കഴുത ശ്രീ ശ്രീ ഹണി രാജാവിന് ഇപ്പോഴിതാ പട്ടാഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഒന്ന് നിർത്തൂ. ഇയാൾക്ക് നമ്മുടെ രാജാവാകാൻ കഴിയില്ല. അത്രയ്ക്ക് മാർക്കറ്റ് ഒന്നും ഇവനില്ല. അല്ല, എന്താ ഇത് മാർക്കറ്റ് എന്ന് വെച്ചാൽ? മാർക്കറ്റ് മനസ്സിലായില്ലേ? എടാ, ഹിന്ദിയിൽ മാറെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? മാറെന്ന് വെച്ചാൽ ഇടി, കാറ്റ് എന്ന് വെച്ചാൽ പൂച്ച. മാർക്കറ്റ്, ഇടി, പൂച്ച. കാര്യം പിടികിട്ടിപ്പോയി. മാർക്കറ്റ്. കാലക്കി ബുദ്ധിമാനായ കഴുതയാ. സൂപ്പർ തന്നെ. അയ്യോ, മാർക്കറ്റ് എന്ന് വെച്ചാലേ അതിന്റെ അർത്ഥം ചന്ത എന്നാണ്. വലിയ ബുദ്ധിമാൻ തന്നെ. വി ആർ ഡിപ്രസ്ഡ്. ഇത്രയും ബുദ്ധിമാനായ പൂച്ചയ്ക്ക് നമ്മുടെ രാജാവാകാൻ എങ്ങനെ കഴിയും? എനിക്ക് വിശ്വാസമുണ്ട്, ഈ പൂച്ചക്കാളും കൂടുതൽ ബുദ്ധിയുള്ളത് നമ്മുടെ കഴുതേന്ദ്രനാണ്. സംശയമുണ്ടോ? അദ്ദേഹത്തിന്റെ ഈ രൂപം കണ്ടോ നിങ്ങള്? ഒരു രാജാവാകാനുള്ള എല്ലാ ഗാംഭീര്യമുണ്ട്. നമ്മുടെ ഹണിക്കും കഴുതന്തരനും ഒരു ടെസ്റ്റ് വെച്ച് നോക്കാം. ആരാണാവോ അതിൽ ജയിക്കുന്നത് അവരെ നമ്മൾ എല്ലാരും കൂടി ഒന്നിച്ച് ഇവിടെ രാജാവാക്കി വാഴ്ത്താം. അത് ശരിയാണ്. എന്റെ കൂട്ടുകാരെ ബണ്ണിയും സോർദാറും പിന്നെ പോപ്പട്ടും ഞാൻ കഴുതകളുടെ രാജാവാണെന്ന് പറഞ്ഞതാണ്. അവരെന്തായാലും എന്നെ കുറിച്ച് തെറ്റായിട്ടൊന്നും പറയില്ല. കേട്ടില്ലേ നിങ്ങള്? ഇദ്ദേഹത്തിന്റെ കൂട്ടുകാര് ബുദ്ധിമാന്മാരാ. കൂട്ടുകാർക്ക് തന്നെ എന്ത് ബുദ്ധിയാ? അപ്പോ ഇദ്ദേഹത്തിന്റെ ബുദ്ധിയോ? എന്തായാലും ഒരു ടെസ്റ്റ് നടത്തിയേ. ഞാൻ സമ്മതിച്ചു. എന്നാ നമുക്ക് തുടങ്ങാം. നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അയ്യോ, താങ്ക് യു പറയേണ്ട ഒരു കാര്യമില്ല. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. ഞങ്ങൾക്കും ബെറ്റർ ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. താങ്കളുടെ ഈ ബോട്ടെ കരയിലേക്കൊന്ന് അടുപ്പിക്കോ.
അയ്യോ ഇല്ല, കരയിലേക്ക് ഞാനില്ല, മണ്ണിലേക്ക് ഒട്ടുമില്ല. മങ്കു ഇവർ ക്യാപ്റ്റനെ വല്ലാതെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്തല്ലോ. അതെ ചങ്കു. ഇദ്ദേഹം എന്തിനാ ഡിസ്റ്റർബ് ആകുന്നേ? അത് കരയെ പറ്റി കേട്ടതുകൊണ്ടാണ്. കാരണം എനിക്ക് മണ്ണിൽ കാല് കുത്താൻ പറ്റില്ല. അതെന്താ മണ്ണിൽ കൈ മാത്രമേ കുത്തോളന്ന് ആരുടെങ്കിലും ശബ്ദം ചെയ്തിട്ടുണ്ടോ? അല്ല, അത് വളരെ അപകടമാണ്. പമ്പരം ലക്കി റാംജി എന്നോട് മണ്ണിൽ കാല് കുത്തരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ക്യാപ്റ്റൻ മണ്ണിൽ കാല് കുത്തുന്നുണ്ടെങ്കിൽ ആകാശം മുഴുവൻ ഇടിഞ്ഞ് തലയിൽ വീഴുമെന്ന്. ആ അതെ, ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ കുടുംബവും വലിയ അപകടത്തിലായിരിക്കും ചെന്ന് പെടുന്നത്. സത്യമാണ്. അതുകൊണ്ട് 5 വർഷമായി ഞാൻ ഈ ഷിപ്പിൽ തന്നെയാണ്. എന്റെ കുടുംബത്തെയും കാണാൻ പറ്റിയിട്ടില്ല. അവരെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് അവരെ പോയൊന്ന് കണ്ടുകൂടെ? സംശയമുണ്ടോ? അയ്യോ, അതിന് കാണാൻ പറ്റില്ലല്ലോ. പമ്പരം ലക്കി റാംജി എന്നോട് മണ്ണിൽ കാല് കുത്തരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കൊടിമരം നിങ്ങളോട് എന്തിനാ അത് പറഞ്ഞത്? അയ്യോ അത് കൊടിമരമല്ല, പമ്പരമാണ്. അത് തന്നെ, അദ്ദേഹം എന്തിനാ അങ്ങനെ പറഞ്ഞത്? എങ്കിലേ ഞാനും എന്റെ കുടുംബവും സുരക്ഷിതരായിട്ടിരിക്കൂ. ദക്ഷിണയായിട്ട് എന്റെ സ്ഥലം ഞാൻ അങ്ങർക്ക് കൊടുത്തു. എന്നിട്ട് ഷിപ്പിലേക്ക് വന്നു. പക്ഷെ എന്റെ കുടുംബത്തെ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ 5 വർഷം കൂടെ ഷിപ്പിലാണോ? അതെ, ആൻഡ് ഐ ആം ഫീലിംഗ് ഗുഡ്. ഐ ആം ഫീലിംഗ് ബെറ്റർ. ക്യാപ്റ്റൻ, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. ആർക്കെങ്കിലും ജീവിതകാലം മുഴുവനും വെള്ളത്തിൽ കഴിയാൻ സാധിക്കും? അപ്പൊ ഞാൻ കഴിയുന്നതോ? നിങ്ങൾ ആ കൊടിമരത്തിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം ഉടനെ. ഓ, കൊടിമരം അല്ലടോ, പമ്പരം. ഇല്ലില്ല, ഞാൻ ഒരിക്കലും കരയിലേക്ക് പോവുകയില്ല. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. മങ്കു ഇങ്ങനെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത്ര ബെറ്ററായി തോന്നില്ല. മിക്കവാറും നമ്മളിവിടെ വീഴും. ഓ, അപ്പൊ ഇങ്ങനെ വീടുന്നാണോ നീ ഉദ്ദേശിച്ചത്? കാലൊരിക്കലും ഞാൻ താഴെ കുത്തില്ല. ഞാൻ ഒരിക്കലും കരയിൽ കാല് കുത്തില്ല. ക്യാപ്റ്റൻ പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോ കാലുകുത്തി നടന്നു വന്നാ മതിയല്ലോ. അതിന് ഞാനൊരു സർക്കസുകാരനല്ല. വീണു വീണു ദാ വീണു പോയി. താങ്ക് യു ചങ്കു മങ്കു. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. അയ്യോ, എനിക്ക് തലകറങ്ങുന്നുണ്ട്. നിക്ക്, ഞാനൊരു വഴി കണ്ടുപിടിക്കട്ടെ. ചേട്ടാ, ഈ വെള്ളം കോരുന്ന ബക്കറ്റ് ഒന്ന് തരാമോ? എന്തിന്? താനെന്താ എന്റെ കൊച്ചനോ മറ്റോ ആണോ? ഞങ്ങൾക്ക് ഈ ബക്കറ്റ് കിട്ടിയാൽ ഒരു പ്രയോജനമുണ്ട്. പക്ഷെ ഇതിന് പകരം എനിക്കെന്താ കിട്ടാ? ശംഖുപങ്കു, ഈ ബക്കറ്റ് 2 സൈഡിലായിട്ട് വെക്ക്. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. വില കുറഞ്ഞ 2 ബക്കറ്റിനും ഇത്രയും വലിയ വില തന്നിട്ട് പോയത് കണ്ടില്ലേ? കഴുത തന്നെ. നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കാണ്. കഴുത അവനല്ല, കഴുത ഈ ഞാനാണ്. ഈ കൊടിമരം ലക്കി രാംജി എവിടെയാണ് താമസിക്കുന്നത്? അയ്യോ, കൊടിമരമല്ല, പമ്പരം. പമ്പരം ലക്കി റാം. അദ്ദേഹം ഭാവി പറയുന്നതിന് മുമ്പ് അത്ഭുത സ്ഥിതിയിൽ പമ്പരം പോലെ കിടന്ന് കറങ്ങും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പമ്പരം എന്ന് വിളിക്കുന്നത്. എനിക്കെന്തോ ഈ പമ്പരം ലക്കിറാം ഒരു ഫ്രോഡ് ആണെന്നാ തോന്നുന്നു. എല്ലാവർക്കും എന്തിനാ നിങ്ങൾ ഇത്ര കഠിനമായിട്ടുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ ഭാര്യ, അവർക്ക് എത്ര കഠിനമായ പരീക്ഷണങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുവോ അത്രത്തോളം വിശ്വാസം കൂടും. ഇനി 7 വർഷത്തേക്ക് അവൻ ഇതുപോലെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. അതുവരെ ഇനി യാതൊന്നും തന്നെ ചോദിക്കില്ല. ഓർമ്മയുണ്ടോ ആ ക്യാപ്റ്റന്റെ സ്ഥലം നശിപ്പിച്ചിട്ട് നമ്മൾ കടലിലേക്ക് അയച്ചത്? നെട്ടൂലാനോട് ഞാൻ ഹിമാലയം മുഴുവൻ ചുറ്റിയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇവന്മാര് വർഷങ്ങളുള്ള സത്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. ഇതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ആത്മപ്രശംസ നടത്തി മറ്റുള്ളവരെ കൂടെ മടുപ്പിക്കാൻ നിൽക്കണ്ട. വേഗം അകത്ത് പോയിട്ടേ ചപ്പാത്തി പരത്താൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതേതോ ഒരു ഫ്രോഡാണ്. നിങ്ങൾ ആ ബക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി, ഒന്നും സംഭവിക്കില്ല. ഇല്ല, എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ പുറത്തിറങ്ങൂല. ഇയാൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. പമ്പരഞ്ചി വിജയിക്കട്ടെ. എന്റെ പ്രശ്നം തീർത്തുക സ്വാമി. പമ്പരം പോലെ കറങ്ങും, വൻമരം പോലെ ഉലയും, പൂമരം പോലെ തിളങ്ങും, മനസ്സുവല്ലാതെ വിങ്ങും. പറയൂ, നിന്റെ പ്രശ്നം എന്താണ്? പേഴ്സണലാ, താങ്കൾക്ക് എന്റെ മനസ്സറിയാലോ, പിന്നെ എല്ലാം അറിയായിരിക്കുമല്ലോ. പറയുന്നതൊക്കെ സത്യമാണ്. കേട്ടിട്ടാകെ പ്രശ്നമാണ്. ഇതിപ്പോ വൈകുന്നേരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണോ അത് നിനക്കൊരിക്കലും മനസ്സിലാകില്ല. അതുകൊണ്ട് നീ തന്നെ പറയൂ. വേണ്ട, അങ്ങ് സ്വയം മനസ്സിലാക്കണം. എവന് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. പമ്പരം പോലെ കറങ്ങും, വൻമരം പോലെ ഉലയും, പൂമരം പോലെ തിളങ്ങും, മനസ്സുവല്ലാതെ വിങ്ങും. പുറത്തു വരട്ടെ നിന്റെ പ്രശ്നം. എന്റെ മുമ്പിൽ മോഷണം. ഏതാണ് ഈ പാഷാണം? ശിക്ഷ കിട്ടും തൽക്ഷണം. നീ ആരുടേതാണോ കൂട്ടാളി? ഇനിയാകും കോഴി. കോഴിയാക്കി മാറ്റി, ആ പയ്യനെ കോഴിയാക്കി മാറ്റി. ആ ഇൻസ്പെക്ടർ പാണ്ഡയെ വേഗം ഫോൺ ചെയ്ത് അറിയിക്ക്. വേഗം.
എന്റെ ബോസേ, ആ മിഠായിയുടെ കവറെങ്കിലും ഒന്ന് അടിച്ചു കളയേ. എടോ, കവർ അഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് പല്ലിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല്ലിൽ ജെംസ് വരില്ലേ? ഓ, ചീറ്റിംഗ് ചീറ്റിംഗ്, ഇത് വലിയ ചീറ്റിംഗ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത്? നിങ്ങൾ പുറത്തു വന്നതും എന്റെ മുമ്പിൽ തന്നെ വന്ന് പെട്ടു. ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ഹണിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ്. ചീറ്റിംഗ് ചീറ്റിംഗ്, ഇത് വളരെ വലിയ ചീറ്റിംഗ് ആണ്. എടോ, ഇവന്റെ തുമ്മലൊന്ന് നിർത്ത്. വൈറൽ ഫീവർ ആണ്. അവന്റെ അടുത്ത് പോയാൽ തനിക്കും വൈറൽ ഫീവർ പിടിക്കും. തിരിച്ചു പോകൂ. ഏയ് വേണ്ട, തുമ്മരുത് തുമ്മരുത്, തുമ്മിപ്പോകരുത്. നല്ല കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും നല്ല ഡോക്ടറെ മാത്രമേ കാണിക്കാറുള്ളൂ. എങ്കിലേ എന്റെ ആരോഗ്യം മെച്ചപ്പെടുകയുള്ളൂ. ഹണി, വാ രക്ഷപ്പെടാം. ചീറ്റിംഗ് ചീറ്റിംഗ്, ഇത് വളരെ വലിയ ചീറ്റിംഗ് ആണ്. വേഗം അവരെ പോയി വൃത്തിയാക്ക്. ആഹാ, അത് കൊള്ളാലോ. എല്ലാത്തിനും ഞാൻ ഇന്നിടിച്ച് പപ്പടമാക്കും. തന്റെ തലയിലാകെ താരനുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള മരുന്ന് എന്റെ വാനിലുണ്ട്. എന്റെ മരുന്നിന് നല്ല ശക്തിയുണ്ട്. തനിക്ക് ഉറപ്പായിട്ടും എന്തോ അസുഖമുണ്ട്. ഞാൻ തന്റെ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. വേണ്ട, പൾസ് നോക്കാൻ താരന്റെ അടുത്ത് വരും, എന്നെ തൊടും. വേണ്ട, തൊടണ്ട തൊടണ്ട. പട്ടി കടിച്ചാലേ 14 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ തൊടുമ്പോഴൊക്കെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരില്ലേ? എന്തായാലും താൻ പേടിക്കേണ്ട ഒരാവശ്യമില്ല. തന്റെ അടുത്ത് ഡോക്ടർ ബാലും ഉണ്ട്, വൈദ്യർ ബാലും ഉണ്ട്. ഇത് ചീറ്റിംഗാണ്, ചീറ്റിംഗാണ്, വലിയ ചീറ്റിംഗാണ്. തൊട്ട് കഴിഞ്ഞാൽ അതുമൂലം ജെംസ് ഉണ്ടാവും. പേടിക്കണ്ട, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാലുവും വൈദ്യുതി ബാലും തന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. വരൂ, ഞങ്ങൾ ആലിംഗനം ചെയ്യൂ. ഈ കുപ്പികൾ കണ്ടോ താൻ? ഒരു 50 വർഷം പഴക്കം കാണും ഇതിന്. ഇതിൽ ഒരുപാട് ജെംസും കാണും. അയ്യോ, വീണ്ടും ജെംസോ, എന്നെ പരീക്ഷിക്കരുത്. എനിക്ക് അസുഖം പിടിച്ചിരിക്കുകയാണ്. എന്റെ ഹൃദയമിടിപ്പ് കൂടിയിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണേ. അതെ, നമ്മളെ രക്ഷിക്കാനായി ഇങ്ങോട്ടാരും വരികയില്ല. സംശയമുണ്ടോ? ഇവിടെ ഇപ്പൊ അപകടത്തിലായിരിക്കുന്നത് ഞങ്ങളാ. നിനക്ക് വേണമെങ്കിൽ പറന്നായാലും പോവാലോ. എടാ, ഞാൻ പോപ്പട്ടാണ്, പുഷ്പക വിമാനം ഒന്നും അല്ല. ഈ കരകാണ കടലിലൂടെ പറന്നങ്ങ് അക്കരെ എത്താൻ. ഓ, ദേ നോക്കിയേ, അവിടെ ഒരു കപ്പൽ കാണുന്നുണ്ട്. മങ്കു, അവർ അപകടത്തിലാണ്. അതെ ചങ്കു, അവര് അപകടത്തിലാണ്. എടാ ചങ്കു മങ്കു, വേഗം കയറെടുത്ത് എറിയേ. എടാ മരമണ്ടമാരെ, ഒരൊറ്റ കപ്പലി കെട്ടിട്ടോണ്ട് ഇടാൻ. അടുത്ത കയറെടുത്തിട്ട് പോ. രക്ഷിക്കണേ. വലിക്ക് ചങ്കു മങ്കു, വേഗം പിടിച്ച് വലിക്കാൻ. അങ്ങനെ രക്ഷപ്പെട്ടു. ഐ എം ഫീലിംഗ് ഗുഡ്, ഐ എം ഫീലിംഗ് ബെറ്റർ. ഞാനിപ്പോ ഇതാ ഈ വെള്ളത്തില് പഞ്ചസാര ഇട്ടിരിക്കുകയാണ്. ആ പഞ്ചസാര ആദ്യം ആരാണോ എടുത്തോണ്ട് വരുന്നത് അവരായിരിക്കും നമ്മുടെ രാജാവ്.
പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാകും. ഞാൻ എന്തായാലും പഞ്ചസാര ഡപ്പ എടുത്തിടാം. അതെടുത്ത് കരേന്ദ്രൻ ജയിക്കും. എനിക്ക് പഞ്ചസാര കിട്ടി. അത് ഏകദേശം 15 എണ്ണം ഉണ്ട്. എടാ വിടറാ അതിന്റെ വല്ല കലക്കി അതാ കിടക്കുന്നു പഞ്ചസാര. ഹണി എങ്ങാനും ഇത് എടുത്തു കഴിഞ്ഞാ ഈ റൗണ്ടിൽ അവൻ ജയിക്കും. ഡപ്പ ആരുടെ പക്കലാണുള്ളത്? ഇപ്പൊ ജയിച്ചിരിക്കുന്നത് കഴുതേന്ദ്രനാണ്. കഴുതകളുടെ രാജാവാകേണ്ടത് ഇപ്പോൾ കഴുതേന്ദ്രനാണ്. സർക്കസിൽ കാണാം ഒരു കുള്ളൻ. ഡോക്ടർ ബാലുവാണ് കള്ളൻ. കള്ളൻ. ഡാൻസ് മാസ്റ്ററാണ് പ്രഭുദേവ. ഡോക്ടർ ബാലു പുറത്തേക്ക് വാ. വാവ്, ഡോക്ടർ ബാലുവിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ. ഡിമാൻഡ് ഒന്നും അല്ല, ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പുറകിലൂടെ ചെന്ന് നോക്കാം എന്താ കാര്യമെന്ന്. എല്ലാരും വാ. ഓ, ഇതുപോലത്തെ ലെറ്റർ ബാലുവൈദ്യന്റെ വാനിൽ നിന്നും കിട്ടിയിരുന്നു. അതുമുതൽ അദ്ദേഹത്തെ കാണാനില്ല. ഡോക്ടർ ബാലുവും വൈദ്യർ ബാലുവും ഡോണിന്റെ വീട്ടിനകത്തുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പോലീസിൽ അറിയിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേക്ക്, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു ഇങ്ങനെയുള്ള ബാഡ്ജ് ഡോൺ സാബ് കുമാറാ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോ ആ ഡോണ് ചേട്ടനെ അനിയനെയും പൊക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. നമ്മളവരെ സഹായിച്ചേ മതിയാവൂ. എന്നാ ശരി, നമുക്കവരെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് വല്ല ക്രെയിനും ഏർപ്പാടാക്കാം. കഴുതേ, അങ്ങനെയല്ല പറഞ്ഞു വന്നത്. നമ്മൾ ഡോക്ടർ ബാലുവിനെയും ബാലു വൈദ്യരെയും ഡോൺ സാബിന്റെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അല്ലെങ്കിൽ രോഗികൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ ആ ഡോണിന്റെ താവളം എവിടെ നോക്കാം. നിങ്ങൾ എന്റെ തൊട്ട് താഴെ കൂടി വന്നാ മതി. താഴെ കൂടെ അല്ലടാ, പുറകിൽ കൂടെ വരാനാ പറയേണ്ടത്. പക്ഷെ ഞാൻ പറക്കുമ്പോ നിങ്ങളൊക്കെ എന്റെ താഴെ തന്നെയല്ലേ ഉണ്ടാവുക. സംശയമുണ്ടോ? നീ എങ്ങോട്ടായി കൊണ്ടുവന്നിരിക്കുന്നു പോപ്പാഡ്? ഇതൊരു ബംഗ്ലാവല്ലേ? നമുക്ക് ഡോണിന്റെ താവളത്തിലേക്കല്ലേ പോകേണ്ടത്? ഇതാണ് ഡോണിന്റെ താവളം. ഞാൻ ആ ജംഗ്ഷനിലുള്ള സമൂസ കച്ചവടക്കാരനോട് ചോദിച്ച് കൺഫേം ചെയ്തത്. ഇതെന്ത് താവളം ഇത്? ഈ ബംഗ്ലാവ് നല്ല രീതിയിൽ സൂക്ഷിക്കണാണല്ലോ. ദേ നിൽക്കുന്നു ഡോക്ടർ ബാലുവും വൈദ്യര് ബാലുവും. ഇവരെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ. പക്ഷെ ഇവർ എന്തിനാണ് ഇങ്ങനെ വൃത്തിയാക്കുന്നത്? ദീപാവലിയുടെ സമയം തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാരും കൂടി ഇത്രയും നന്നായിട്ട് വൃത്തിയാക്കുന്നത്. ഇത് ചീറ്റിംഗ് ആണ്. ഇത് വല്ലാത്ത ചതിയായി പോയി. വേഗം ഇത് വൃത്തിയാക്ക്, വേഗം വൃത്തിയാക്ക്. വൃത്തിയല്ല, വൃത്തികേടായിരിക്കുന്നു. വൃത്തിയാക്ക്. 3 പ്രാവശ്യം ടേബിൾ വൃത്തിയാക്കി, എന്നിട്ട് വൃത്തിയായില്ലല്ലോ. ബോസ്, ടേബിളെല്ലാം നല്ല വൃത്തിയാണ്. സാറിന്റെ ഭൂതക്കണ്ണടിയിലാണ് അഴുക്കുള്ളത്. ഇവിടെ വരൂ. താൻ എന്തൊക്കെയാണ് ഈ കാട്ടുന്നത്? എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? രാവിലെ തുടങ്ങിയതാണ് ഈ വൃത്തിയാക്കൽ. താൻ ഡോണാണോ അതോ വേലക്കാരനാണോ? ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം 3 പ്രാവശ്യം തിളപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ രോഗാണുക്കൾ പോകില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചില്ലേ? ഇനിയിപ്പോ ബ്രഷ് ചെയ്യേണ്ടി വരുമല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇയാളെ നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ പ്രശ്നം? ഇവിടെ വരൂ. കുട്ടിയാനെ പോലെ ഇരിക്കുന്ന കുട്ടിച്ചാത്ത, താൻ എന്താണ് ഈ ചെയ്യുന്നത്? അവിടുന്ന് ജംസിനെ കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫ്രഷ് ആയ വായു കയറ്റി. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ശ്വാസം വലിച്ചാൽ പെട്ടെന്ന് ജംസ് വരില്ലേ? പിന്നീട് എനിക്ക് അസുഖങ്ങളും വരില്ലേ? ഇതിനിടയ്ക്ക് 2 പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അയ്യോ പ്ലീസ് കൈ കഴുകിയിട്ട് എന്നെ ഫോളോ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം, വൃത്തിയിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഞാനൊരു നിർബന്ധ ബുദ്ധിക്കാരനല്ല. വൃത്തി എനിക്ക് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വൃത്തിയായി നടക്കുന്നത്. അല്ലേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? കണ്ടാൽ അയ്യോ പാവമാണ്, മിണ്ടുമ്പോഴോ ഭീഷണിയാണ്. ഈ ഗാർഡ്സിന്റെ ബലത്തിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ്, ഞാൻ ആരും ചീറ്റ് ചെയ്യാറില്ല.
ഈ ഗാർഡ്സിനെ ഞാൻ എനിക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ജെംസ് പോലും എന്നെ പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോ എന്നെ രോഗം പിടികൂടും. എന്റെ പ്ലാൻ എന്താ? നല്ലതല്ലേ? അടിയടി മക്കളെ, കയ്യടി കയ്യടി. എടോ, എന്നെ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്താൽ ജെംസ് വരും. ജെംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖം പിടിക്കില്ലേ. അതുകൊണ്ട് ടച്ച് ഉണ്ടാ. ഇങ്ങനെയാണെങ്കിൽ താൻ ഞങ്ങളുടെ ഇടി കൊണ്ട് അസുഖം വരുത്തി വെക്കും. മര്യാദയ്ക്ക് വിട വരെ. ഇവിടെ വരൂ. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. വന്ന സ്ഥിതിക്ക് ഞങ്ങളെ എടുക്കൂ, എന്നിട്ട് വേഗം രക്ഷപ്പെടാൻ നോക്കൂ. ചീറ്റിംഗ് ചീറ്റിംഗ്. എന്നെ ചീറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്റെ ഗാർഡ്സ് നിങ്ങളെ ആരും വെറുതെ വിടില്ല. എടോ, ഹാൻഡ് വാഷ്, ഡിറ്റർജന്റ്, സാനിറ്റൈസറെ, ലൈസോളെ, വേഗം പിടിക്കവരെ. ബാത്റൂമിലുള്ള സകല ഐറ്റംസിനെയും ഗാർഡ്സ് ആക്കി വെച്ചിരിക്കുകയാണല്ലേ. അപ്പൊ പിന്നെ ബാത്റൂമിൽ ആരാണ്? അബ്ബാസ് ആണോ? ഇവന്റെ പേര് ഞാൻ സോപ്പ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇവന് ഞാൻ ഞായറാഴ്ച അവധിയും കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഡെയിലി സോപ്പായി മാറും. തമാശ പറഞ്ഞാണ്. അടിക്കടിക്ക് എല്ലാരും കൈയടിക്ക്. ഇവര് ബാത്റൂം കഴുകുന്ന ആൾക്കാരാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടോടും വിളിച്ചേനെ. കൈ കൊണ്ട് തൊട്ടു പോകരുത്. കൈ കൊണ്ട് തൊട്ടു പോകരുത്. തൊട്ട് കഴിഞ്ഞാൽ ജെംസ് പെട്ടെന്ന് വരും. പിന്നീട് നീ കാരണം എനിക്ക് അസുഖം വരും. നോ ടച്ചിങ്, നോ ടച്ചിങ്. വാ കൊണ്ട് വെറുതെ എന്തിനാടാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അത് പിന്നെ ഫൈറ്റിന്റെ ഫീൽ എടുത്താൻ വേണ്ടിട്ടാണ്. എന്റെ അമ്മോ, ബോഡിയിലെ ഏതാ എല്ലൊടിഞ്ഞു പോയെന്നാ തോന്നുന്നേ. അതല്ല, ഇയാളുടെ പോക്കറ്റിൽ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയതാണ്. ഒരടി സ്വന്തമായിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഫൈറ്റിൽ കുറച്ചെങ്കിലും ചെയ്തു. ഗാർഡ്സ്, യവന്മാരെ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടാ നോക്ക്. ഒറ്റ രക്ഷപ്പെടരുത്. ഇവിടെ വരൂ. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതല്ലേ, എന്നിട്ടിപ്പോ നിങ്ങളും കുടുങ്ങി. പക്ഷേ ഈ ഡോക്ടർ ബാലു നിങ്ങളുടെ ധീരതയുടെ ഫാനാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്റെ ജീവിതത്തിലെ പോസ്റ്റ് പെയ്ഡ് പ്ലാൻ ആണ്. പേടിക്കണ്ട, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്ലീസ്, ഞങ്ങളെ ഒരിക്കലും ജയിലിൽ അടക്കില്ലേ ഡോൺ. ഞങ്ങൾ പുറത്തു പോയിട്ട് ഇൻസ്പെക്ടർ പാണ്ഡെയോട് ഒന്നും തന്നെ പറയില്ല. മാത്രമല്ല, നിങ്ങളുടെ ഈ കെട്ടിടം നാൽക്കവല ജംഗ്ഷനിലാണെന്ന് ഒരു കാരണവശാലും പറയില്ല. കൊള്ളാണി, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു. നീ എന്തായാലും ഇൻസ്പെക്ടർ പാണ്ഡെയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അല്ലേ? അയ്യോ സോറി, ഞാൻ ഫോൺ ചെയ്തതല്ല, ചെവി ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇനി ഏതായാലും നിങ്ങളെല്ലാം ജയിലിൽ അടക്കേണ്ടി വരും. ഹണി ഡോണിന്റെ ഫേവറേറ്റ് ആയിരിക്കും. കാരണം ഡോണിന് വൃത്തിയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇവന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലല്ലോ, നല്ല വൃത്തിയല്ലേ. ഡോക്ടർ ബാലുവിനെ വൈദ്യർ ബാലുവിനെ എത്ര പെട്ടെന്ന് പുറത്തെത്തിക്കണം, അല്ലെങ്കിൽ സിറ്റിയിലുള്ള ആൾക്കാരുടെ ചികിത്സ നടക്കില്ല. എങ്ങനെയെങ്കിലും പേടിപ്പിച്ച് നമുക്ക് ഈ കാര്യം സാധിച്ചെടുക്കണം. പക്ഷെ എങ്ങനെയാണ് പേടിപ്പിക്കുക? ആ ഡോൺ ചെറിയ ജെംസുകളല്ലേ പേടിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇത്രയും വലുതുമാണ്.